വിശദീകരണ നോട്ടീസിൽ ഇന്ന് മറുപടി നൽകാനിരിക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകാരികമായി പ്രതികരിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വിദഗ്ധ സമിതി റിപ്പോർട്ടിനെക്കുറിച്ച് അറിയില്ല. പ്രോബ് ഇല്ലാത്ത വിവരം പലതവണ അറിയിച്ചിരുന്നു എങ്കിലും നടപടി ഉണ്ടായില്ല. ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ്. അവരെ അറിയിക്കുക ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ. നമ്മളത് തീരുന്ന ആ മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ കണ്ണുനീരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു രാഹുൽ. കാരണം ഇതിന് മറുപടി പറയണം. ആരോഗ്യ മേഖല, ആരോഗ്യ വകുപ്പ് മറുപടി പറയണം. സർക്കാർ ഒന്നടങ്കം മറുപടി പറയണം. ഈ കണ്ണുനീരിന് സത്യസന്ധനാണ്, മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന മിടുക്കനായ ഒരു ഡോക്ടറാണ് എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയവർക്ക് മുന്നിലാണ് അവരുടെ നടപടിയിൽ ഇന്ന് ഈ കണ്ണീര് വീണിരിക്കുന്നത്. ഇന്നലെ വരെ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞു, അതൊരു സംവിധാനത്തിൻ്റെ മൊത്തം നവീകരണത്തിനായി നിൽക്കുകയാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞ മനുഷ്യനാണിന്ന് വാക്കുകൾ മുറിഞ്ഞ് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നത്, കണ്ണീരണിയുന്നത്. അതിനുശേഷം ഞാൻ വൈകുന്നേരം സംസാരിക്കാമെന്ന് അപേക്ഷാപൂർവ്വം നമ്മോട് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇങ്ങനെയൊരു സംവിധാനത്തിൻ്റെ മോശമാവസ്ഥ തുറന്നു കാണിക്കുമ്പോൾ അത് വ്യക്തിപരമായ ലാഭത്തിനല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം വൈകാരികമായ ഒരു വിഷയം മുന്നിലേക്ക് വരുന്നു, അങ്ങനെയാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെ എന്തായാലും ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഞാൻ ഈ പ്രോബുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളില്ല എന്നുള്ള കാര്യം കൃത്യമായി അവിടെ ഉന്നയിക്കേണ്ട ജീവനക്കാരിയോട് പേരുൾപ്പെടെ പറയുന്നുണ്ട്. നമ്മോട് ആ ജീവനക്കാരോട് ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് വിളിച്ച് ചോദിച്ചു, ഞാനത് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം 2 കത്തുകൾ നൽകുന്നുണ്ട് സൂപ്രണ്ടിന് ഇതുമായി ബന്ധപ്പെട്ട്. ഇന്നലെ നൽകിയ മെമ്മോ, അതായത് വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ മെമ്മോയ്ക്കകത്ത് അത് സൂചിപ്പിക്കുന്നു 2 കത്ത് നൽകിയതല്ലാതെ മറ്റ് മീറ്റിങ്ങുകളിലോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഈ കത്ത് നൽകുക എന്നത് ചെയ്തു എന്ന് ആ മെമ്മോയിൽ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെമ്മോയിൽ നൽകിയിരിക്കുന്ന എസ്റ്റിമേറ്റുകൾ നമുക്ക് ആ കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. 2 മാസം, ജൂൺ മാസവും ഒക്ടോബർ മാസവും നൽകിയ കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ പ്രോബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് നൽകിയ ഡോക്ടർ ഹാരിസ് നൽകിയ കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഡോക്ടർ ഹാരിസിന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. വളരെ ആത്മാർത്ഥതയോടെ, ആർജവത്തോടെ ഈ കാര്യങ്ങൾ പങ്കുവച്ചതും കണ്ടതാണ്. ഇന്ന് ആ കണ്ണുനീർ ഒഴുകുന്ന ആ സന്ദർഭത്തിൽ മലയാളികളൊക്കെ മനസ്സിലൊരു ചോദ്യചിഹ്നം അവശേഷിക്കുന്നു. ഇവിടെ എന്താണ് ഈ സിസ്റ്റം ഇങ്ങനെ, ഇനി എന്നാണ് ഇതൊക്കെ നന്നാകാൻ പോകുന്നത് എന്ന്. ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു വൈകാരികതയിലേക്ക് പോയി? ഞാൻ വൈകിട്ടതാണ്, ഞാൻ പോട്ടെ. എപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇത് കൈമാറുന്ന? എപ്പോഴാണ് വിശദീകരണം കൈമാറുന്നത്? ഒരാഴ്ചത്തെ സമയത്താണ്. ഒരാഴ്ചത്തെ സമയത്താണ്. ഇന്ന് തന്നെ കൈമാറുന്നില്ല. ഇന്ന് തന്നെ കൈമാറുന്നില്ല. ഇന്ന് കൈമാറുന്നുണ്ടോ? ഇല്ല.